ഗൈസ് ഇന്ന് നമുക്ക് നമ്മുടെ ഈ സ്പൈഡറിനെ വെച്ച് ഇവിടെ കാണുന്ന സ്റ്റേജുകളൊക്കെ കണ്ട ഗൈസ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇതിലെ ഏറ്റവും വലിയ സ്പൈഡറിനെ എടുക്കണം. ഷിൻചാൻ ഇതേതാണ് പച്ച സ്പൈഡർ? ഇവന്റെ കണ്ണ് കൊണ്ട് ചോന്ന കളറാ. അത് എന്റെ സ്പൈഡറിനെ കണ്ട് ചോന്ന കളറല്ലേ? അല്ല ടൈസി, നിന്റെ സ്പൈഡറിനെ കണ്ട് മഞ്ഞ കളറാ. അയ്യേ, പക്ഷെ ഞാൻ എന്റെ സ്പൈഡറിനെ കാണാനല്ല ഭംഗി. ഒന്ന് പോയി ടൈസി ഇടുന്ന്. എന്റെ സ്പൈഡറിനെ ഭംഗി. ഇവന്റെ ബാക്കിലൊക്കെ കണ്ടു, ബാക്ക് മൊത്തം പച്ച കളറാ. എടാ ഷിൻചാനെ, ടൈസി പിന്നെ അത് മാത്രല്ല, എന്റെ സ്പൈഡർ കണ്ടു നല്ല രീതിക്ക് ചാടും, അതേപോലെ നല്ല രീതിക്ക് ഓടും. കണ്ടു? അതെ ഗൈസ്, ഷിൻചാൻ പറഞ്ഞ ശരിയാന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്കുള്ള ഗൈസ് ഇവിടെ കുറെ തരം സ്പൈഡറുകളുണ്ട്. കണ്ടു? അപ്പൊ ഇതിന് മൊത്തം നമുക്ക് ഇന്ന് അൺലോക്ക് ചെയ്ത് ഷിൻചാനെ നമുക്ക് തോപ്പിക്കാനുണ്ട് ഗൈസ്. ഇല്ല ടൈസി, അത് നിനക്ക് പറ്റൂല. എന്നെ തോപ്പിക്കാൻ നിനക്ക് പറ്റില്ല. കണ്ടു ടൈസി, ഇപ്പൊ ഞാൻ എന്ത് സ്പീഡായി നോക്കി. ഇല്ല ഷിൻചാനെ, ഇന്ന് ഞാൻ നിന്നെ എന്തായാലും തോപ്പിക്കും. പറ്റൂ ടൈസി, പറ്റൂല. നമുക്ക് ബെറ്റ് വെച്ചാലോ? ഷിൻചാനെ, നമുക്ക് ഇന്ന് ബെറ്റ് വെക്കാം. ഓക്കെ ടൈസി, ബെറ്റ് എന്താന്ന് വെച്ചാ ഇന്ന് ആരാണ് തോക്കണത് അവൻ പാട്ടുപാടി ഡാൻസ് കളിക്കണം. പറ്റൂ? എടാ ഷിൻചാനെ, ഇത്തിരി കൂടുതലല്ലേ? അല്ല ടൈസി, അതാണ് ബെറ്റ്. അല്ല ഷിൻചാനെ, അപ്പൊ ഏത് പാട്ടാ പാടണ്ടേ? അത് ജയിക്കണ ആള് തീരുമാനിക്കും. ടൈസി നീ ഡാൻസ് കളിച്ച് പാട്ട് പാടാൻ റെഡി ആയിട്ട് നിന്നോ, ഞാൻ പോവാ. അതുമ്മ കൂടെ കേറി പോയി. അപ്പൊ നമ്മുടെ സ്പൈഡറിനെ വെച്ച് നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, നമുക്ക് ഇത് കൂടെ കേറി പോണം. യോ ഗൈസ്, കണ്ടു? നമ്മുടെ സ്പൈഡറിനെ വെച്ച് ഇത് കൂടെ കേറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മളോട് ഈ ഒറ്റ വിന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. യോ ഗൈസ്, അങ്ങനെ നമ്മൾ ആ വിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗൈസ് ഇവിടെ ബ്ലാക്ക് സ്പൈഡർ. ഓക്കെ, അപ്പൊ ഇവനെ ഞാൻ എടുത്തിട്ടുണ്ട്. യോ ഗൈസ്, കണ്ടു? അപ്പൊ ഇവിടെ കണ്ട ഗൈസ് ഒത്തിരി സ്പൈഡറുകളുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും അടിപൊളി സ്പൈഡർ പറയുന്നത് ക്രിസ്റ്റൽ സ്പൈഡർ ആണ്. കണ്ടു ഗൈസ്? ഇതിന് 7.5K വിന്ന് വേണം. അപ്പൊ നമുക്കുള്ള ഗൈസ് ഷിൻചാനെ തോപ്പിക്കണമെങ്കിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിനെ എടുക്കണം. എന്നാലാണ് നമുക്ക് ഷിൻചാനെ തോപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനുള്ള ഗൈസ് രണ്ടാം സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Let's go. ടൈസി നീ ഇങ്ങനെ പയ്യെ വന്നു, ഞാൻ പോണ കണ്ടു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാം സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 4 വിന്ന് കിട്ടും. ഇത് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ വൈറ്റ് സ്പൈഡറിനാണ് മേടിക്കേണ്ടത്. ഗൈസ് ഇതിന് 5 വിൻസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അതൊന്ന് പോയിട്ട് കളക്ട് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ, ആദ്യ സ്റ്റേജ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാം സ്റ്റേജ് ആണ് ഗൈസ്. ഇവിടെ നമുക്കുള്ള ഗൈസ് ഇങ്ങനെ മതിലുമ കൂടെ കേറി പോണം. കണ്ടു? അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ടാം സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റേജ് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഗൈസ് കൂടുതൽ അധികം പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഊനു ഗൈസ്, അതിന്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മള് എന്തായാലും ചതഞ്ഞു പൂട്ട ഗൈസ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ മുകളിൽ കയറി പോകണം. അതെ ഗൈസ്, ഇതിന്റെ മുകളിൽ കയറി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേജ് 3 എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റേജ് ഇത്തിരി പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വിന്നെ കളക്ട് ചെയ്ത് പോയേക്കാം. ഇത് കണ്ടോ? എടാ ഷിൻചാൻ, ഇതേതാണ് സ്പൈഡർ? എങ്ങനെയുണ്ട് ടൈസി? ഇവന്റെ ബാക്ക് കണ്ടോ? ഇവന്റെ ബാക്കിൽ പൂവാണ്. കണ്ടോ? എടാ ഷിൻചാൻ, ഇത് കൊള്ളാലോ. അയ്യോ ടൈസി, നിന്റെ ഇത്ര നേരത്തെ കറുപ്പ് സ്പൈഡർ ആയിട്ടുള്ളൂ. അല്ല ഷിൻചാൻ, ഞാൻ പുതിയ സ്പൈഡറിനെ മേടിക്കാൻ പോവാ. മേടിച്ചു ടൈസി, മേടിച്ചോ. പക്ഷെ നീ എത്ര വലിയ സ്പൈഡർ മേടിച്ചാലും എന്നെ നിനക്ക് തോപ്പിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോവാ. ബൈ. ഇല്ല ഗൈസ്, നമുക്ക് ഷിൻചാനെ എങ്ങനെങ്കിലും തോപ്പിച്ചേ പറ്റൂ. അപ്പൊ അതിനുള്ള ഗൈസ് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. അതേപോലെ ഗൈസ് നമുക്ക് ഇതിൽ ഏറ്റവും നല്ല സ്പൈഡർ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ് ചെയ്യട്ടെ ഗൈസ്. സബ് ചെയ്താലും പോവല്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഈ വൈറ്റ് സ്പൈഡറിനെ എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ടു? ഇവൻ നമുക്കൊരു +2 വെച്ചരും. ഓക്കെ, അപ്പൊ നമ്മൾ റീബർത്ത് അറിയാന്നാണ് തോന്നുന്നത്. അതെ ഗൈസ്, അങ്ങനെ ഞാൻ ആദ്യത്തെ റീബർത്ത് ചെയ്തിട്ടുണ്ട്. യോ ഗൈസ്, കണ്ടു? ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ 2 സ്പീഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കുള്ള ഗൈസ് +9 വെച്ചാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്തിട്ട് ഗൈസ്. അല്ല ഗൈസ്, നമുക്ക് ഇപ്പുറത്തോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ്, ഫസ്റ്റ് റീബർത്തിൽ നമുക്ക് ഇവിടെ കയറാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നമുക്ക് 1.5 സ്റ്റെപ്പ് വെച്ച് കിട്ടും. അത് മാത്രമല്ല ഗൈസ്, പിന്നെ നമുക്ക് ഇവിടെ കുറെ റിവാർഡുകൾ ക്ലെയിം ചെയ്യാണ്ട്. അതും കൂടി ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. യോ ഗൈസ്, കണ്ടു? ഇപ്പൊ നമ്മൾ ലെവൽ 28 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ആ സ്റ്റേജ് 4 ചാടി കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വേഗം പോയി നോക്കിട്ടെ ഗൈസ്. Let's go. ഓ ഗൈസ്, കണ്ടു? ഇപ്പൊ നമ്മുടെ സ്പൈഡറിന് നല്ല സ്പീഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ഗൈസ് നമുക്ക് 3ാം സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ കുറെ ട്രാപ്പുകളൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് എന്തായാലും ഇവിടുന്ന് ചാടി കടന്നേ പറ്റൂ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 16 വിന്ന് കിട്ടും. നമുക്ക് ഇത് കളക്ട് ചെയ്യണോ അതോ ഈ സ്റ്റേജ് 4 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണോ? നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്, ഈ സ്റ്റേജ് 4 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ലെറ്റ്സ് ഗോ. ഇവിടെ നമുക്ക് അങ്ങടി ചാടി കിടക്കണം എന്നാണ് തോന്നുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങടി ചാടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗൈസ് നമ്മളെ ലാവരം ഒളിക്കാൻ ചാടിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഗൈസ് അത് കണ്ടില്ല. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മൾ പിന്നെ അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യമുള്ള ഗൈസ്
ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ഇവിടെ ചാടി കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളുടെ ഗൈസ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ചാടണം, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഡെഡ് ആവും. യോ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 40 വിൻ ഗൈസ്. അത് ഞാൻ കളക്ട് ചെയ്തിട്ട് പുതിയ സ്പൈഡറിനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. യോ ഗൈസ് ഞാൻ അങ്ങനെ നേച്ചർ സ്പൈഡറിനെ എടുത്തിട്ടുണ്ട്. ഓക്കെ കണ്ടു ഗൈസ്, ഇതാണ് ഷിൻചാന്റെ ഉള്ളത്. പക്ഷെ ഇപ്പൊ ഷിൻചാനുള്ള ഗൈസ് ഈ റോസ് സ്പൈഡർ അതേപോലെ ഗോൾഡ് സ്പൈഡറിനെ എടുത്തുണ്ടാവും എനിക്ക് തോന്നണത്. എന്താണ് ടോക്സി, നീ അതിനെ നോക്കി നിൽക്കാണോ? എനിക്ക് അതിനെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. എന്താണ് ഞാൻ അങ്ങനെ പറയണത്? ഞാൻ അതിനെ മേടിക്കാൻ പോവാ. ഉണ്ടേ ടോക്സി, അതാണ് ഞാൻ മേടിക്കാൻ പോവാ. കാണണോ കാണണം ഗൈസ്? അപ്പൊ നമുക്ക് എന്തെങ്കിലും മേടിച്ചേക്കാം. നീ അവനെ മേടിച്ചല്ലേ? അപ്പൊ നീ എന്റെ ഒപ്പം എത്തിയല്ലോ. ഊന്നോ, എനിക്ക് വേഗം തന്നെ ജയിക്കണം. കണ്ടോ ഗൈസ്, ഷിൻച പേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്തത് ഈ ഗോൾഡ് സ്പൈഡറിനെയാണ് മേടിക്കേണ്ടത്. അവന് 60 വിൻസ് വേണം. ഓക്കെ അപ്പൊ ഞാനൊന്ന് റീബർത്ത് ചെയ്യട്ടെ. ഇല്ല ഗൈസ്, റീബർത്ത് ചെയ്യാനായിട്ട് നമുക്ക് ലെവൽ 50 ആവണട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ട്രോഫി കൂടി വേണട്ടോ ഗൈസ്, എന്നാലും നമുക്ക് ഗോൾഡ് സ്പൈഡറിനെ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും പുതിയ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് അടുത്ത സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് പറ്റുന്നാണ് എനിക്ക് തോന്നട്ടെ ഗൈസ്. ഗൈസ് ഇത് ഇത്തിരി കുഴപ്പമെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടെ ഗൈസ്, നമുക്ക് പറ്റുന്നാണ് എനിക്ക് തോന്നണത്. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചാടി കടന്നിട്ടുണ്ട്. ഗൈസ് നമ്മൾ എന്തോ ഭാഗ്യത്തിന് ചാവേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ചത്തില്ലേട്ടാ ഗൈസ്. അപ്പൊ ഇവിടെ നമുക്ക് 80 വിന് കിട്ടും ഗൈസ്. അപ്പൊ അടുത്ത സ്റ്റേജ് ഞാൻ നോക്കട്ടെ. ഈ സ്റ്റേജ് ഗൈസ് ഇത് ഇത്തിരി അല്ല ഗൈസ്, ഇത് സുഖാണ്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ഇവിടെ കയറി നിൽക്കട്ടെ. ഓക്കെ അപ്പൊ ഇനി നമുക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. യോ ഗൈസ് അങ്ങനെ ഇവിടെ നമുക്ക് 200 വിന്ന്. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇതങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നമുക്കുള്ള ഗൈസ് ഈ ഗോൾഡ് സ്പൈഡറിനെ മേടിച്ചേക്കാം. യോ ഗൈസ് കണ്ടോ, അങ്ങനെ ഫൈനലി നമ്മള് ഗോൾഡ് അല്ല ഗൈസ് നമുക്ക് ഇത് മേടിക്കാൻ പറ്റും. അതെ ഗൈസ് സ്റ്റാറിന് മേടിച്ചിട്ടുണ്ട്. ഓ ഗൈസ് കണ്ടു, നമ്മൾ എന്തിനു പെട്ടെന്നാണ് സ്പൈഡറിനെ മേടിക്കണം നോക്കിയേ. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഗൈസ് നമുക്ക് എന്തായാലും ഈ ക്രിസ്റ്റൽ സ്പൈഡറിനെ മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനുള്ള ഗൈസ് വേഗം ഒന്ന് ലെവൽ 50 ആക്കിയിട്ടൊന്ന് റീബർത്ത് ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് ഇവിടുന്ന് ട്രെയിൽ മേടിക്കാൻ പറ്റും. ഓക്കെ അപ്പൊ ഞാൻ എന്താ ഗൈസ് ഈ 15 ട്രോഫി ഓറഞ്ച് ട്രെയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ട്രെയിൽ മേടിച്ച കാരണം നമുക്ക് 1.25 സ്പീഡ് കിട്ടും. ഇപ്പൊ നമ്മൾ ലെവൽ 50 ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ലെവൽ 50 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും റീബർത്ത് ചെയ്തിട്ടുണ്ട്. യോ ഗൈസ് കണ്ടോ, ഇപ്പൊ നമ്മൾ 3ാമത്തെ റീബർത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു. പക്ഷേ ടോക്സി നിങ്ങക്ക് സ്പീഡ് കുറവല്ലേ? അയ്യേ, എനിക്ക് കണ്ടു, എനിക്ക് നല്ല സ്പീഡാ. ഗൈസ് അപ്പൊ ഷിൻചാൻ മണ്ടൻ അവന്റെ സ്പൈഡറിനാണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ നമ്മൾ റീബർത്ത് ചെയ്തോണ്ടാണെന്നുള്ളത് അവൻ അറിയില്ല ഗൈസ്. ഇനി നമുക്ക് ഇവിടെ കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് ഇവിടെ കയറാൻ പറ്റില്ല. ഇവിടെ കയറണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി റീബർത്ത് ചെയ്യണമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ എന്താ ഗൈസ് ഈ 4 സ്പീഡ് മേടിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിൻചാനെ പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റും. യോ ഗൈസ് അങ്ങനെ ഞാൻ 4 സ്പീഡ് മേടിച്ചിട്ടുണ്ട്. ഓ ഗൈസ് കണ്ടു, ഇപ്പൊ നമുക്ക് 135 വെച്ചാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ സ്റ്റേജുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. യോ ഗൈസ് കണ്ടു, നമുക്ക് എന്തൊരു സ്പീഡായി നോക്കിയേ. Let's go. ഓ നോ ഗൈസ് അത് ഷിൻചാനല്ലേ? അതെ ഗൈസ് അത് ഷിൻചാനാണ്. എന്താ ടോക്സി എന്നെ കളിയാക്കണോ? ഇല്ലടിച്ച് ഞാൻ കളിയാക്കല്ല, എനിക്ക് മനസ്സിലായി ടോക്സി, ഞാൻ നിന്നെ എന്തായാലും തോപ്പിക്കും. ആടച്ച് നമുക്ക് കാണാം. പാട്ട് പാടാൻ നീ റെഡി ആയിട്ടിരുന്നോ? പോയി ടോക്സി ഇടുന്നേ. നീ പാട്ട് കണ്ടു ടോക്സി, നീയാണ് തോക്കാൻ പോണത്. ഓ നോ, ഞാൻ പറഞ്ഞില്ലേ ടോക്സി. ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇപ്രാവശ്യം നമുക്ക് ജയിക്കാൻ പറ്റൂ ഗൈസ്. ഓക്കെ ഊനോ ഗൈസ് നമ്മൾ ചത്തിട്ടുണ്ട്. കണ്ടോ ഗൈസ് നമുക്ക് നല്ല സ്പീഡാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റാത്തത്. പക്ഷെ നമുക്കുള്ള ഗൈസ് എന്തായാലും എസ്കേപ്പ് ആയേ പറ്റൂ. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ സ്റ്റേജ് 7 എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഇവിടെ നിന്നാണ് ചാടി കിടക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് പോണോ അതോ ഇങ്ങോട്ട് പോണോ? നമുക്ക് കരിഞ്ഞ ഗൈസ് ഇങ്ങോട്ട് പോവാം, അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ നമുക്ക് ഊനോ ഗൈസ് നമ്മൾ ഡെഡായി. ഈ സ്റ്റേജ് ഭയങ്കര പാടാന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആയേ പറ്റൂട്ടെ ഗൈസ്. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഇവിടേക്ക് ചാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ലെസ്കോ ഗൈസ് അങ്ങനെ ഞാൻ ഇവിടേക്ക് ചാടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഗൈസ് ജസ്റ്റ് മിസ്. അത്രയുള്ളൂ ഗൈസ്, ഈസി. ഓക്കെ ഗൈസ് അങ്ങനെ ഊനോ ഗൈസ് കണ്ടു, അവസാനത്തിൽ ഇപ്പൊ നമ്മൾ പോയിട്ടുണ്ട്. ഇത് എന്താണ് ഗൈസ്, ആ സ്റ്റേജ് നല്ല പാടാന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സ്പീഡ് റൺ ഒക്കെ ആണെങ്കിൽ സെറ്റ് ആയിരുന്നില്ല ഗൈസ്. നമുക്ക് നല്ല സ്പീഡുള്ള കാരണം പെട്ടെന്ന് ഓടി പോകാൻ പറ്റും. പക്ഷെ ഇത് കുറച്ച് പ്രശ്നമാണ് ഗൈസ്. ലെസ്കോ ഗൈസ് അങ്ങനെ പിന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ പ്രശ്നമുള്ള ഗൈസ് നമുക്ക് അങ്ങോട്ട് ചാടാം. ഓക്കെ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. യോ ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റേജ് 8 എത്തിയിട്ടുണ്ട്. ഓ ഗൈസ് ഇവിടെ സ്പീഡ് റൺ എന്നാണ് തോന്നുന്നത്. അതെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് ഇതുമ്പോ കൂടെ കയറി പോകണം. അപ്പൊ ഇവിടെ എത്ര വിന്നാണ്? ഇവിടെ 400 വിന്നോ. ഓ ഗൈസ് ഇവിടെ 400 വിന്ന് കിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഈ സ്റ്റേജ് 18 നമുക്ക് 1000 വിന്ന് കിട്ടും എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓ ഗൈസ് ഈ ക്ലാസ് മാഞ്ഞു പോണ്ട് കണ്ടു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോണം. ഊനോ ഗൈസ് ഊനോ നമ്മൾ ചാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഊനോ ഗൈസ് നമ്മൾ ഡെഡായി. ഊനോ ഗൈസ് നമ്മളോട് എത്തണ്ടായിരുന്നു. പക്ഷെ അവസാനം എത്തിയപ്പോ നമ്മൾ ചത്തുപോയിട്ട ഗൈസ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഗൈസ് അതാണ് നമ്മുടെ എൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി നമുക്ക് അവിടേക്ക് പോകുമ്പോഴുള്ള ഗൈസ് നമുക്ക് ഈ സ്പൈഡറിനെ എടുത്തിട്ട് പോവാം, നമ്മുടെ ക്രിസ്റ്റൽ സ്പൈഡർ. പക്ഷെ നമുക്ക് പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഓക്കെ
the next day. അങ്ങനെ അവസാനം നമ്മള് വീണ്ടും സ്റ്റേജ് 8 എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യമുള്ള ഗൈസ് നമുക്ക് എന്തായാലും നെക്സ്റ്റ് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ചാടി കടന്നിട്ടുണ്ട്, ഇവിടെ നിന്നും ചാടി കടന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഫൈനലാണ് ഗൈസ്, ഫൈനലാണ്. നമ്മൾ ഇവിടെ ചാടി കടക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കുള്ള ഗൈസ് 650 വിൻസ്. ഓക്കെ, അത് ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് പുതിയ സ്പൈഡറിനെ മേടിക്കാൻ പോവാണ്. ഒരു കാര്യം പറയണ്ട്. എന്താ ഞാനേ ഒന്നില്ല ടാക്സി, ഞാൻ മേടിക്കാൻ പോവാ. എടാ നിക്കടാ. ടാക്സി ഞാൻ മേടിച്ചു കണ്ട്, ഞാൻ നിന്നെ തോപ്പിച്ചു. ടാക്സി ടാക്സി ഡാൻസ് കളിച്ച് പാട്ട് പാടാൻ റെഡി അല്ലേ ടാക്സി? അല്ലട ഞാനേ. എന്ത് ടാക്സി? ഞാനല്ലേ ജയിച്ചേ? അല്ലട ഞാൻ പുതിയ സ്പൈഡർ മേടിക്കാൻ പോവാ. നീ ഇതല്ലേ മേടിക്കായിരുന്നേ? ഞാനതിന് നേരത്തെ മേടിച്ചു, അപ്പൊ ഞാനല്ലേ ജയിച്ചേ? അല്ലട ഞാൻ കാണിച്ചരാ ഗൈസ്. അപ്പൊ നമുക്ക് പുതിയൊരു സ്പൈഡർ എടുത്തേക്കാം. അപ്പൊ ഇനി നമുക്കുള്ള ഗൈസ് ഈ ഫയറി സ്പൈഡറിനെ എടുക്കാം. യോ ഗൈസ്, കണ്ടു അങ്ങനെ നമ്മള് ഫയറി സ്പൈഡറിനെ എടുത്തിട്ടുണ്ട്. ഓ നോ, നീ അതിനെ മേടിച്ചല്ലേ ടാക്സി? അതട ഞാൻ മേടിച്ചു. അപ്പൊ ഞാൻ ആരാണ് പാട്ട് പാടി ഡാൻസ് കളിക്കാൻ പോണത്? ഞാൻ തന്നെ ടാക്സി, ഞാൻ തന്നെ. പക്ഷെ ടാക്സി എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല ശിഞ്ഞാനെ. ടാക്സി എനിക്ക് അറിയില്ല ടാക്സി. എടാ ശിഞ്ഞാനെ, നീക്കറിയല്ലേ? എന്തൊരു ടാക്സി? നീ കറിയുമ്പോ നിന്റെ സ്പൈഡർ അപ്പിടുന്നേ. അയ്യേ, എവിടെ? ഓ ടാക്സി ശരിയാണ്, കണ്ടു. എടാ ശിഞ്ഞാനെ, അതാണ് ഞാൻ നിന്നോട് പറഞ്ഞേ, നീ ഇങ്ങനെ കിടന്ന് ഓടി നടക്കല്ലേന്ന്. ആ ടാക്സി, അപ്പൊ ശിഞ്ഞാനെ പാട്ട് പാടിക്കോ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ടാക്സി, പക്ഷെ ഞാൻ അറിയണ പാട്ട് പാടാം. അത് മതിയല്ലേ ടാക്സി? ആടെ ശിഞ്ഞാനെ, അത് മതി. കുതി കുത്തി ചുര മതി, കുതിര കൂട്ടണ പോലെ കുതിക്കട്ടെ തിരുമുട്ടിൽ കുതിര ചുണ്ടൻ.